ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുള്ളത് കോഴിക്കോട് ഞങ്ങളുടെ അങ്കിളിൻ്റെ മോളുടെ വീട്ടിലാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്കും തിരിക്കണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ അവർ പറഞ്ഞതുകൊണ്ട് പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഞങ്ങളും വെച്ചു. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അങ്കിളിൻ്റെ മോള്. അപ്പോൾ അങ്കിളിൻ്റെ മോള് കാര്യമായിട്ട് എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. നല്ല സോഫ്റ്റ് അപ്പം, അടിപൊളി അപ്പം സ്പെഷ്യലിസ്റ്റ് ഞങ്ങളുടെ ജൂലി മോള് അപ്പം സ്പെഷ്യലിസ്റ്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കാലത്ത് തന്നെ എൻ്റെ അപ്പം ഉണ്ടാക്കുന്നു. കറി ഉണ്ടാക്കാൻ എന്ത് കറി ഉണ്ടാക്കുന്നത്? കറി ഗ്രീൻ പീസ് കറി. ഗ്രീൻ പീസ് കറി, അപ്പം ഗ്രീൻ പീസ് കറി. ഇതിവിടെ കറിക്കുള്ളതെല്ലാം കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സുഖമായി ഉറങ്ങി, നല്ല ഉറക്കം ഉറങ്ങി. ഞങ്ങൾ ഉറങ്ങി എണീറ്റ് ഇനി റെഡി ആവണം. ജൂലി എന്നാട്ടോ പേര്, ജൂലി മോൾ. ഞങ്ങൾ വിളിക്കുന്നത് ജൂലി മോൾ. അപ്പോൾ ജൂലി മോൾ ഇവിടെ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അപ്പം ഉണ്ടാക്കുന്നു. ഞങ്ങളിനി കുളിച്ച് ഫ്രഷായിട്ട് വേണം നമുക്ക് ഇറങ്ങാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ചേട്ടൻ രാവിലെ തന്നെ ഇവിടെ മൊബൈലിൽ ന്യൂസ് വായന. നമ്മൾ ഈ വീട്ടിൽ കഴിഞ്ഞ വർഷം വന്നേക്കെന്താ, കഴിഞ്ഞ വർഷം നമ്മൾ കാണാൻ വന്നപ്പോൾ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ, ചേട്ടൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ കാണാൻ വന്നപ്പോൾ നമ്മൾ വന്നിരിക്കുന്നതാ. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ സ്റ്റേ ഇവിടെയായിരുന്നു. ഇത് ചേട്ടൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോളുടെ വീടാണ്. അത് ഞങ്ങളുടെ അച്ചാച്ചൻ്റെ മോളുടെ വീട്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. അപ്പോൾ നല്ല അടിപൊളി ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും ഗ്രീൻ പീസ് കറിയൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അടിപൊളി അപ്പവും കറിയും, ഗ്രീൻ പീസ് കറിയും. ജൂലി മോള് ശരിക്കും ഒരു വലിയ ഷെഫാണ് മോള്. നല്ല ടേസ്റ്റി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം. അപ്പോഴേക്കും അവരുടെ മോളും എത്തിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ മോളും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഇനി നമുക്ക് വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാറായിട്ടുണ്ട്. ഇപ്പം രാവിലെ തന്നെ ഇറങ്ങിയാലേ നമ്മൾ ഒരുവിധം ടൈമിന് വീട്ടിലെത്തുള്ളൂ. ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ട നമുക്ക് 4.5-5 മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും. അപ്പോൾ ഇനി വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാം. അപ്പം അങ്ങനെ ഇവിടുത്തെ വാസമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ചേട്ടൻ ഞങ്ങളുടെ ബാഗും ലഗേജ് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വയ്ക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇവിടെ ജൂലി മോള് ഞങ്ങൾക്ക് ഉച്ചക്കലത്തേക്കുള്ള ചോറ് റെഡിയാക്കണം, പാക്ക് ചെയ്യണം കേട്ടോ. വാഴയിലൊക്കെ വാട്ടിയെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഓവനിൽ വെച്ച് ചോറും ചൂടാക്കിയെടുത്തു. ഇന്നലെ കുഴിമന്തി വാങ്ങിയായിരുന്നു. അപ്പോൾ അത് ഇന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വഴിയിൽ നിന്ന് കഴിക്കണ്ടെന്നും പറഞ്ഞു. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഹോട്ടലുകളൊന്നും തുറന്നിട്ടുണ്ടാവില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ ഹോട്ടലുകൾ പകുതി തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ പകുതി ഹോട്ടലുകളും അടച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ അതേമാതിരി ഇന്നിപ്പോൾ സൺഡേയും കൂടി ആയതുകൊണ്ട് പറയണ്ട. അതുകൊണ്ട് ചോറൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാമെന്നും പറഞ്ഞത് ചോറ് പാക്ക് ചെയ്യുന്നു. പാക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ജൂലി മോൾ. അറിയില്ലേ, സക്സസ് ഒക്കെ ആവും. ഇപ്പോൾ അപ്പവും കറിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു. ഇനി വല്ല 2 മണിക്ക് ആകുമ്പോഴല്ലേ കഴിക്കുള്ളൂ. കുഴപ്പമൊന്നുമില്ല. മതി കുറച്ച് ചോറ് ഇത്രയും കഴിക്കുക. അതിൻ്റെ പകുതി മതി. ഒരു പകുതി മതി. അത്രയൊന്നും വേണ്ട, അത്രയൊന്നും കഴിക്കില്ല ഞങ്ങൾ. അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇലയൊക്കെ വാഴയിലേക്ക് ഇങ്ങനെ വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത്രയൊന്നും വേണ്ട, വാഴയിലയുടെ ടേസ്റ്റ് ഞാനോണ്ട് കഴിച്ചോളൂന്ന്. അത്രയ്ക്കൊന്നും വേണ്ട. ജൂലി മോള് ചോറൊക്കെ ഇട്ട് പാക്ക് ചോറൊക്കെ ഇട്ട് റെഡിയാക്കി തന്നു. പാക്കിങ് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്.
പാക്കിങ്ങിൽ എന്താവും അറിയില്ല. വാഴല പേപ്പർ കീറോ ദൈ വള്ളിയിട്ട് കെട്ട്. സക്സസ് അങ്ങോട്ട് ഇത് വെച്ചൊന്ന് കെട്ടാം. റബ്ബർ ബാൻഡ് ഇട്ട് വരുമ്പോൾ പൊട്ടിപ്പോയി. നീ കേട്ടണോ ഒന്നും കൂടെ? കെട്ടിക്കോ. കടിയെടുത്ത് കടികെട്ടിട്ട് കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ നമ്മുടെ ഒന്നാം കെട്ട് ഒരു പൊതി ചോറ് റെഡി. ഒരു പൊതി ചോറ് ഫസ്റ്റ് പൊതി 3 സ്ഥലങ്ങളിലായിട്ട് വെച്ചേക്കണം. അടുത്തത് കൂടെ വേറൊരു വള്ളി വേണം. ഇത് അയ്യോ അത് ഇതധികം ഇത് വഴി വെച്ചിട്ട് ഇത് കുറവാണ്. ഇത്രയും ചോറ് വെച്ചിട്ട് അത് അധികം അത്രയും ഞങ്ങൾ കഴിക്കില്ല വന്നു. രണ്ടാമത്തെ പൊതി ചോറും റെഡിയായി. മൂന്നാമത്തത് അവിടെ ടേബിളും പല സ്ഥലങ്ങളിലായിട്ടാണ് വെച്ചേക്കണം. അപ്പോൾ രണ്ടാമത്തെ പൊതി ചോറ് റെഡി. സ്കൂളിൽ കൊണ്ടുപോകുന്നു. സ്കൂളിൽ കൊണ്ടുപോകുന്ന പോലത്തെയോ? ഇങ്ങനെ ഇരിക്കട്ടെ. അതോടെ അടി വെച്ച് കെട്ടലിന് ഞാൻ എക്സ്പേർട്ട്. തിരിച്ചറിഞ്ഞല്ലോ വേണ്ടി. തിരിച്ചറിഞ്ഞ് വേണ്ട ചേട്ടൻ ഒറ്റ കെട്ട് കെട്ടിയതുകൊണ്ട് അങ്ങനെ ഇല്ല. അത്രയ്ക്കില്ല. ഇത് ഹോസ്പിറ്റലിലേക്ക് അത് വേണമെങ്കിൽ തിരിച്ചങ്ങ് കെട്ടിയാൽ മതി. ഒരു കെട്ടുന്നത് എന്താവോ എന്തോ ചാടി മതി ചാടി കവറിലാക്കി പിന്നെ ഭയങ്കര പാക്കിങ് കേട്ടോ. പൊതിഞ്ഞ് അങ്ങനത്തെ കവറിലേക്ക് ഇട്ട് എന്ത് ഈ പൊതി അപ്പൊ ഞാനെന്താ കിട്ടുന്നത് ചേട്ടൻ കെട്ടാൻ ഓക്കെയാണ് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ 3 പൊതി ചോറ് റെഡിയാക്കി കൈ പിടിച്ചിട്ടാണ് സൺഡേ എന്നുള്ള യാത്ര. 6 പേർക്കുള്ള ചോറായി. അതന്നെ ഒരു പൊതി തന്നെ 2 പേർക്കുള്ള ചോറുണ്ട്. കുറേ ചോറ് വഴിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഒരു വീട്ടിലും കൂടെ റിലേറ്റീവ്സിൽ ഒരാളുടെ വീട്ടിലും കൂടെ ആരാണ് ശരിക്കും പറഞ്ഞു ചേട്ടോ? മാമയുടെ ചേച്ചിയുടെ മോൻ്റെ വീട്ടിലും കൂടെ കയറിയിട്ട് വേണം കൊണ്ടുപോകുന്നത്. ചോറ് പൊതി ഗിഫ്റ്റ് കൈമാറും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവരോട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇതേ ഇറങ്ങാണ് കേട്ടോ. ശരി, ഇനിയും വരും. ഒരാഴ്ച താമസിക്കാൻ. താങ്ക് യു സോ മച്ച്. ബൈ 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 ബൈ. 5 മണിക്കിലെ പുറകിലോ മുന്നില്. ചാച്ചാ ചാച്ചാ ബൈ 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 ബൈ. അപ്പോൾ അങ്ങനെ അവരോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. കാരണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ലോങ് ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ എന്തായാലും പെട്രോൾ അടിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ പോകണം. അപ്പോൾ ഇനിയിപ്പോൾ പോകുന്നത് മാമയുടെ ചേച്ചിയുടെ മകൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ എല്ലാ വർഷമൊന്നും പോകാറില്ല, വല്ലപ്പോഴൊക്കെ പോകാറുള്ളൂ ടൈം കിട്ടുന്ന പോലെയൊക്കെ. അപ്പോൾ ഈ വർഷം എന്തായാലും പോകാമെന്ന് വെച്ചു. അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. അപ്പോൾ ഞങ്ങളിത് ആ വീട്ടിലേക്കുള്ള വഴിയൊക്കെ അവിടുത്തെ തന്നെ ചേട്ടനോട് ഫോണിൽ കൂടെയൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെയൊക്കെ ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ദേ അവരുടെ വീട്ടിലെത്തിയിട്ടോ. അപ്പോഴേക്കും ചേച്ചി ദേ ഇവിടെ നെയ്യപ്പവും പഴംപൊരിയും പഴമൊക്കെ എടുത്തു വെച്ച് പിന്നെ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അതൊക്കെ കുടിച്ച് അവിടെ ഒരു കുഞ്ഞുവാവയുണ്ട്, അവരുടെ മകൻ്റെ കൊച്ചാട്ടോ. ചിരിച്ച് 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 ഹായ്. മുത്ത് ചക്കരി നോക്കി ഇറങ്ങട്ടോ. ടാറ്റാ ടാറ്റാ
ടാറ്റാ ടാറ്റാ പോവാ. അമ്മമ്മയും കുഞ്ഞുമാവയും. കുഞ്ഞുമാവയുടെ പേരെന്തെന്നാ? ആക്സൻ. ആക്സൽ. ആക്സൽ. മുത്തു ഇങ്ങോട്ട് നോക്കി. ചക്കരെ ഇവിടെ 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 ഇങ്ങോട്ട് നോക്കി. ഇങ്ങോട്ട് നോക്കി. ഇങ്ങോട്ട് നോക്കി. എന്നണ്ടാ പോവാ ചേച്ചി പോരെ പോരെ. അങ്ങോട്ടേ അല്ലെ ഭയങ്കര കൂട്ടാ. പോകാനില്ല. ആയിക്കോട്ടെ മോളെ, ഒരു ഉമ്മ വന്നിട്ട് പോ. ചുമ്മാ അങ്ങ് പോയാലോ. തീർച്ചയായും. അപ്പം അങ്ങനെ അവരോടെല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് അഞ്ജുന് മനസ്സുണ്ടായിരുന്നില്ല ആ കുഞ്ഞു വാവനെ ഇട്ടിട്ട് പോരാനായിട്ട്. അഞ്ജുന് ഭയങ്കര ഇഷ്ടം കുഞ്ഞു കൊച്ചുങ്ങളിങ്ങനെ എടുക്കാനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ താലോലിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അഞ്ജുന് ഒട്ടും മനസ്സില്ലാതെയാണ് അവിടുന്ന് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ. കട്ടാങ്ങൽ എന്താ പേര് സ്ഥലത്തിന്റെ ഒരു കട്ടാങ്ങൽ REC അടുത്ത് മുക്കം REC ഇടയ്ക്ക് ഒരു കട്ടാങ്ങൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ്. എനിക്കങ്ങനെ പ്രോപ്പർ സ്ഥലപ്പേരൊന്നും പറയാൻ അറിയില്ല. എന്താ ചേട്ടൻ പറഞ്ഞത് കേൾക്കാൻ മാത്രം. ഇവിടെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ തിരിച്ചു പോകണം. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. റോഡ് സൈഡിൽ 2 സൈഡിൽ ഇതാകണ മരങ്ങളൊക്കെ നിന്നിട്ട് നല്ലൊരു ലുക്കാണ് അവിടെ. നല്ല അടിപൊളി സീനറി. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ചിങ്ങനെ പോവാണ്. എപ്പോൾ വീട്ടിലെത്തുന്നു പറയണ്ട. ഇപ്പം തന്നെ 12 മണി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും വീട്ടിൽ നമ്മൾ ഒരു 5 മണി 4 മണി 5 മണിയൊക്കെ ആവേണ്ടി എത്തുമെന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല. ട്രാഫിക് കാര്യമായിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകും അല്ലേട്ടാ. വലിയ ഹൈവേ കയറി കഴിഞ്ഞാൽ 6 ലൈനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അടിച്ചിട്ട് പോവാം. അവിടേക്കാണോ നമ്മളിപ്പോൾ ആ റൂട്ടിൽ വഴി അറിയത്തില്ല. എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു തിരിയുന്നൊരു സ്ഥലം ഉണ്ടെന്നാ പറഞ്ഞത്. അവിടെ ചെല്ലുമ്പോൾ ഗൂഗിൾ മാപ്പ് അവിടെ വെച്ച് നോക്കുമ്പോൾ ചേച്ചിയെ വെച്ച് നോക്കാം. ചേച്ചി പറഞ്ഞിരുന്നു വഴിയൊക്കെ. ഒരു പാലമുണ്ട്, ആ പാലം കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പം അങ്ങനെ എന്തായാലും ഈ പ്രാവശ്യം കോഴിക്കോട് വന്ന് ആവശ്യം പോകേണ്ട വീടുകളിലൊക്കെ പോയി അങ്ങനെയൊക്കെ പോന്നു. അപ്പോൾ ചേട്ടനും ഞങ്ങൾക്കൊക്കെ അങ്ങനെ കോഴിക്കോട് വന്ന് പോകാനുള്ള ഒരു ചാൻസ് അങ്ങനെ കഴിഞ്ഞു. ഇനി ആൽവിൻ വരും. ആൽവിൻ വന്നു കഴിയുമ്പോൾ ആൽവിനെയും കൂട്ടി ഒന്നും കൂടെ വരണം. പിന്നെ രണ്ടാമതും വരുമ്പോൾ ഞാൻ വരുമില്ലെന്ന് കൺഫേം അല്ല, നോക്കാം. അല്ലെങ്കിൽ ആൽവിൻ തച്ച് വരെ അല്ലെങ്കിൽ ആൽവിനും ചേട്ടനും വരെ. ഇപ്പം എന്തായാലും ഒരു ട്രിപ്പും കൂടെ വരണം കോഴിക്കോട്ടേക്ക്. അത് പിന്നീട്. അങ്ങനെ ഞങ്ങള് മലാപ്പറമ്പിന്ന് തിരിഞ്ഞു 6 ലൈനിലേക്ക് കയറി. ഇവിടുന്ന് പോവാണ് അങ്ങനെ കൊച്ചി വരെ ഈ റോഡ്. അങ്ങനെ പോകുന്ന റോഡാണിത്. NH 66. അടിപൊളി സ്ഥലം. അടിപൊളി റോഡ്. സൈഡിലെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു. അടിപൊളി റോഡ് അല്ലേ. കന്യാകുമാരിക്ക് ഇവിടുന്ന് 470 കിലോമീറ്റർ. കന്യാകുമാരിക്ക് പോകണ്ടോ? വേണമെങ്കിൽ പോവാം. 400 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കന്യാകുമാരിയിലേക്ക് എത്തുന്നതായിരിക്കും. പരപ്പനങ്ങാടി, ചേളാരി, പരപ്പനങ്ങാടി. കുറ്റിപ്പുറം വളാഞ്ചേരിക്ക് അടുത്തുള്ള സ്ഥലമാണ്. കുറ്റിപ്പുറം വളാഞ്ചേരിക്ക് അടുത്തുള്ള സ്ഥലമാണിത്. നല്ല അടിപൊളിയല്ലേ. ഇങ്ങനെ എസ് ഷേപ്പിലാണ് ഈ റോഡ്. ബ്ലൂ കളറിൽ പെയിന്റ് അടിച്ചിരിക്കുന്നത്. 2 വശം നമുക്ക് കാണാമായിരുന്നു അല്ലേ ഇച്ചിരി മുമ്പ് അവിടുന്ന്. നല്ല പച്ചപ്പും അടിപൊളി സ്ഥലം. നല്ല വൈകി. ഇപ്പൊ സമയം 1:15 ചോറൊന്നും ഇട്ടിട്ടില്ല. ഈ ചോറൊക്കെ പൊതിഞ്ഞു കൊണ്ടുണ്ടല്ലോ. വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ചോറൊക്കെ കൊണ്ടിടണം. ചോറിട്ടിട്ട് വേണം. അടിപൊളി സ്ഥലം നോക്കി പോകാനായിട്ട്. അടിപൊളി സ്ഥലം. നമ്മളേതാണ്ട് തെങ്ങിന്റെ മുകളിൽ കൂടെ ഇപ്പൊ റോഡ് പോണേ. അത്ര ഹൈറ്റിലാ ഇവിടെ. അപ്പൊ ഇപ്പൊ സമയം എത്രയായ?
ഇപ്പൊ സമയം 1:53. ഇപ്പോൾ ഇത് 2 മണിയാവണ്. ഇപ്പോൾ എല്ലാവർക്കും വിശപ്പൊക്കെ കയറി. ഞങ്ങളിപ്പോൾ ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് ഇവിടെ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയേക്കാണ്. വെറുതെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിക്കണം, വിശക്കാൻ. വാഷ്റൂമിലൊക്കെ പോയി അവിടെ. പെട്രോൾ പമ്പിലവിടെ വാഷ്റൂമിലൊക്കെ പോയിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നത്. അപ്പോൾ അതേ വന്ന് വണ്ടി കയറി ഇതാ ഫുഡ് കഴിക്കണം. പിന്നെ ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി ബാക്കി ഡ്രൈവിങ്. കോഴിക്കോട് യാത്രയൊക്കെ കഴിഞ്ഞ് ഇതാ തിരിച്ച് വീട്ടിലേക്ക് വരാണ്. അപ്പോൾ നല്ല മഴയ്ക്ക് കാറും അതേ മഴ പെയ്യാൻ പോകുന്ന പോലത്തെ ഒരു സ്ഥിതി കേട്ടോ. ഇപ്പം കാറ്റും ഒക്കെ ആയിട്ടാണ്. ചൂടൊക്കെ കുറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ എങ്ങനെ കിടന്ന് ഉറങ്ങാവോ, എന്തൊരു ചൂടാണ്. ഈ വർഷം ഭയങ്കര ചൂടാണല്ലോ എന്നൊക്കെ. പക്ഷെ ചൂടൊക്കെ മാറി. ഇപ്പം ഇന്നത്തെ കാലാവസ്ഥ കാണുമ്പോൾ നല്ലൊരു മഴക്കാലം. എന്തായാലും നമ്മുടെ വീട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം. ഇന്ന് സൺഡേ ആണല്ലോ, അപ്പോൾ പള്ളിയിൽ പോകാനുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ വീടെത്തി. നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ചോദിച്ചായിരുന്നത് നിങ്ങളുടെ സ്വന്തം വീടാണോ വാടക വീടാണോ, നിങ്ങൾ മുകളിൽ വാടകയ്ക്ക് താമസിക്കണോ എന്നൊക്കെ. ഇത് ഞങ്ങളുടെ കേരളത്തിലുള്ള സ്വന്തം വീടാണ്. ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ സന്തോഷമായി അങ്ങനെ താമസിക്കുന്നു. അതെ, ഗ്രേസ് വീഡിയോ എടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. വന്നിറങ്ങിയപ്പോഴേക്കും സണ്ണി കുർബാനയ്ക്ക് പോകണം. സണ്ണി അമ്പഴക്കാട് പൊള്ളിയിരിക്കും. അവർക്ക് ജീരക മിഠായി, സൈക്കിളുള്ള ജീരക മിഠായി വാങ്ങിച്ചു. അത് മതി, സന്തോഷായി. ഇങ്ങനെയല്ലേ കുഞ്ഞു മനസ്സ്. അത് അതെ, സൈക്കിളാണ് ലക്ഷ്യം. മിഠായിന്റെ കളറാണോ? ഓടിപ്പിച്ചു നോക്കിട്ടോ, സൈക്കിൾ ഓടിപ്പിച്ചു നോക്ക്. രണ്ടുപേർക്കത് മതി, കുഞ്ഞ് ഐറ്റംസ് അല്ലേ. അപ്പൊ ഞങ്ങളങ്ങനെ അമ്മയുടെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കോഴിക്കോടൊക്കെ പോയി തിരിച്ചു വന്നു. അമ്മ ഇവിടെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖം. വരെ അമ്മയുടെ ടീ ടൈമാണ്. അപ്പൊ അമ്മ കുത്തിരുന്ന് ചായയൊക്കെ കുടിക്കുക. ഇത് പൊട്ടറ്റോ ചിപ്സ് ആയിട്ട് അമ്മ ചായയൊക്കെ കുടിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഞങ്ങൾ ചായ കുടിക്കാൻ പോവാം. അപ്പുറത്ത് ചായ മെഡു റെഡിയാക്കി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം പള്ളിയിൽ പോവാൻ. ഓക്കെ, മെഡു ഇവിടെ ചായ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ചായ പോരുന്ന വഴിക്ക് കുടിച്ചതാ. ഇത് എത്ര ചായയാണോ ഞങ്ങൾ ചായ കുടിക്കാൻ. ചായ, പൊട്ടറ്റോ ചിപ്സ്, ഉണ്ട, അങ്ങനെയൊക്കെ ഐറ്റംസൊക്കെ ആയിട്ട് കഴിക്കാൻ പോയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ താഴേന്ന് ചായയൊക്കെ കുടിച്ച് മുകളിലേക്ക് വീണ്ടും കയറി വന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ശരിക്കും യാത്രയൊക്കെ ചെയ്ത് നല്ല ടയേർഡാണ്. പിന്നെ അന്നോട്ടെന്ന് പറഞ്ഞ മാതിരി എന്നും യാത്രയും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ UP-യിലേക്ക് തിരിച്ചു പോകുന്നവരെന്നും യാത്രകളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ക്ഷീണം കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റില്ല. ഒത്തിരി പേര് പറയുന്നുണ്ട് ടേക്ക് റെസ്റ്റ് എന്നൊക്കെ. പക്ഷേ എവിടെ റെസ്റ്റ് എടുക്കാൻ, എന്തായാലും പറ്റുന്ന പോലെയൊക്കെ റെസ്റ്റ് എടുക്കാം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ള നമ്മുടെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.